ഇത് കറക്റ്റായിട്ട് ഇട്ടേക്കണം. ഇത് കട്ട് ചെയ്ത് നീ കളയണം. നേരിട്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചവളെ ചെറുക്കല്ലി ഞാൻ പൊട്ടിക്കും. അതിനി ഏത് സഭയിലാണെങ്കിലും ഇനി എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അവളെ പല്ലടിച്ച് ഞാൻ വാങ്ങി. എന്നെ കുറിച്ച് തോന്നിവാസം പറയാനും. ഹലോ വീണ, വീണ സുധി എന്ന് പറയണോ അതോ വീണ ജസ്റ്റ് വീണ അതാണോ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടം ഇപ്പോ? എന്റെ പേര് വീണ എസ് പിള്ള എന്നാണ് ഒഫീഷ്യൽ നെയിം. എനിക്ക് അങ്ങനെ വിളിക്കുന്നതാണ് താല്പര്യം. ഒരിക്കലും അത് വീണ സുധി എന്ന് മാറ്റിയിട്ടില്ല. ലൈക്ക് ആ ഒരു വ്യക്തി കൂടെ ഉള്ളപ്പോ പോലും വീണ സുധീൻ തന്നെയായിരുന്നു. വീണ സുധീൻ തന്നെയായിരുന്നു. പിന്നെ ഡിവോഴ്സ് ആയതിനു ശേഷം നമ്മള് ഒഫീഷ്യലി എല്ലാ പേരും ആധാർ കാർഡിലും ഐഡന്റിറ്റി കാർഡിലും പിന്നെ പാസ്പോർട്ടിലൊക്കെ വീണ സുധീൻ തന്നെയായിരുന്നു. പിന്നെ അത് നമ്മൾ മാറ്റി വീണ എസ് പിള്ള. ഞാനപ്പോ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഡിവോഴ്സിന്റെ കാര്യം പറയുന്നോണ്ടാണ് നിങ്ങൾ ലീഗലി സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ടാം ഭാര്യയായി മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ? തീർച്ചയായിട്ടും. ഓക്കെ. അതിനുശേഷമാണ് ഈ രേണു എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് വരുന്നത്. അതെ. അപ്പോ വീണയ്ക്ക് ഈ രേണു സുധി അല്ലെങ്കിൽ രേണു എന്ന് പറയുന്ന വ്യക്തി സുധിച്ചേട്ടന്റെ ഭാര്യയായി ലീഗലി മാറി എന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോഴും അപ്പൊ ഈ രേണു എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു ഇന്റർവ്യൂലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ എന്താണ് കല്യാണം കഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അതൊരു ജെനുവിൻ ആയിരിക്കും, അതൊരു ഫേക്ക് ആണ്? ജെനുവിൻ സർട്ടിഫിക്കറ്റ് അല്ല, കൺഫേം ആണ്. ഞാൻ ഇന്റർവ്യൂനല്ല, മാരേജ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. അവർ മാരേജ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരൊരു മുന്നേ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതായത് 2010 മുതൽ ഇങ്ങോട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് വരുന്നത് എന്താ പറയുന്ന ഫോട്ടോസ് വെച്ചിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ അത് ഇപ്പൊ ഉണ്ടാക്കിയത് ഒരു സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പം പുള്ളിക്കാരത്തിയായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സർട്ടിഫിക്കറ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ എന്നെ സമ്മതിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻവോൾവ് ആയില്ല, കൂടുതൽ അന്വേഷിക്കാൻ പോയില്ല. പിന്നെ എന്റെ കാര്യമല്ലല്ലോ, ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഓക്കെ. ഞാൻ പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നായിട്ട് രേണുവിന്റെ ഒരു ഇന്റർവ്യൂ വന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ട് രേണുവിന്റെ ഒരു ഇന്റർവ്യൂവിലേക്ക് രേണുവിന്റെ സഹോദരിയുടെ ഭർത്താവും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് കേട്ടു. അതായത് ഇന്റർവ്യൂവറോട് അങ്ങോട്ട് പറയുന്നത് കേട്ടു ഇവര്, അതായത് ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി വരുന്നു, ഞങ്ങളുടെ കുടുംബത്തെയും അഫക്ട് ചെയ്യുന്നു, രേണു ഇന്റർവ്യൂ കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും എന്റെ അറിവിൽ ഒരു യൂട്യൂബേഴ്സും ഇവരുടെ ഫാമിലിയെ തൊട്ട് കളിച്ചിട്ടില്ല. അതായത് ഫാമിലിയെ പറ്റി എങ്ങും പറഞ്ഞിട്ടില്ല, എങ്ങും ആരും പരാമർശിച്ചിട്ടില്ല. ഇവരായിട്ട് ഈ ഒരു കുടുംബമായിട്ട് തന്നെ ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിലേക്ക് വരുന്നു. എന്നിട്ട് ഈ രേണുവിന്റെ ചേച്ചി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഏതോ ഒരു സ്ത്രീ ഞങ്ങൾക്കെതിരെയായിട്ട് കുറെ വോയിസ് ഒക്കെ യൂട്യൂബേഴ്സിന് കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്റെ അറിവില് വീണ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് യൂട്യൂബേഴ്സിനോട് വന്ന് സംസാരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതിന് ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് മെന്റലി പ്രോബ്ലമോ അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളി ജീവിച്ചിരിക്കുമ്പം ആണെങ്കിൽ നമ്മളിപ്പോ വന്ന് എന്റെ ഒരു അവസ്ഥ പറയുമ്പോ ഓക്കെ എന്ന് പറയാം. മരിച്ചുപോയൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എനിക്ക് പുള്ളിനെ കുറിച്ച് മോശം പറയാൻ താല്പര്യമില്ല. കാരണം ഇവള് മാത്രമല്ല ഉള്ളത്, പുള്ളിക്കൊരു ഫാമിലി ഉണ്ട്, മനസ്സിലായോ? അപ്പൊ എനിക്ക് അവരുടെ കാര്യങ്ങളും കൂടി നോക്കണം. അതായത് പുള്ളിയുടെ കൂടെ ജീവിക്കുന്ന കാലമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ആണെങ്കിലും എനിക്ക് ആ ഫാമിലിയിൽ നിന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഫാമിലി നോക്കിയേ പറ്റത്തുള്ളൂ. ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാമിലി ഒരു വളരെ നല്ല ഫാമിലി ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം തീർച്ചയായിട്ടും രേണു ആണെങ്കിൽ പോലും അവരെ പറ്റി ഒരാൾ പോലും നെഗറ്റീവ് പറയുന്നില്ല ആ ഒരു കുടുംബത്തെ പറ്റി. തീർച്ചയായിട്ടും നല്ല ഫാമിലിയാണ്, ഫാമിലിയിൽ ഒരു ഇഷ്യൂസും ഇല്ല. അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, എനിക്ക് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് ആരുമല്ല. പക്ഷെ എനിക്ക് സുധിക്കൽ ഫാമിലി ഉണ്ട്. ആ ഫാമിലി എനിക്ക് ഒരു കാലത്ത് ആരെല്ലോ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ബഹുമാനിക്കുന്നവർ തന്നെയാണ് അവിടെ ഉള്ളത്. അവരിപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു സുധിയുടെ ചേട്ടനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കോണ്ടാക്ടിങ് ഒന്നുമില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഈ രേണുവിന്റെ ഒരു ഇഷ്യൂസ് വന്നപ്പം ചേച്ചിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. പിന്നെ ഞാൻ ഈ രണ്ടാമത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പം ഞാൻ ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ സ്റ്റോറിയൊക്കെ പറഞ്ഞു.
ചേച്ചി ഞാന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് രേണുവിന്റെ ചേച്ചിയല്ലോ നമ്മുടെ സുധിച്ചേട്ടന്റെ ചേച്ചിയെ. ചേട്ടത്തി. ഓക്കെ ഓക്കെ മനസ്സിലായി. അപ്പൊ അങ്ങനെ മാത്രം ഞാൻ അവരോട്ട് കോണ്ടാക്ട് ചെയ്തുള്ളൂ, അല്ലാതെ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. അല്ല അതിന്റെ ആവശ്യം ഇപ്പം ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതെ അതെ അതെ. എനിക്ക് അവർക്കും ഇല്ല എനിക്കും ഇല്ല. ഓക്കെ. പിന്നെ ഇപ്പോ ഒരു സഡൻ ഒരു ദിവസം വീണ എന്ന് പറയുന്ന വ്യക്തി ജസ്റ്റ് നിങ്ങളുടെ വോയിസ് റേസ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാരണം എന്താണ്? ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ എന്നെ അറിയാവുന്ന ഒരുപാട്, ഞാൻ ഭയങ്കര സെലിബ്രിറ്റി ഒന്നുമല്ല, പക്ഷെ എന്നെ അറിയാവുന്നതും എന്റെ ഫാമിലി അറിയാവുന്നതും എന്റെ ലൈഫ് സ്റ്റോറി അറിയാവുന്നതും കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്കും അല്ലെങ്കിൽ ഇപ്പം വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ളവർക്കും ആണ് ചിലപ്പോ അറിയാത്തത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ലൈഫിലെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്താണ് നീ മിണ്ടാതിരിക്കുന്നത്? പക്ഷെ അവരാരും എന്നോട് ഇങ്ങനെ യൂട്യൂബിൽ വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ലൈവ് വോയിസ് ഇടാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അതെല്ലാരും എന്നോട് പറഞ്ഞിട്ട് നിയമപരമായിട്ട് കംപ്ലൈന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞിട്ടുള്ളത് അതാണ്. ഇപ്പൊ നിൽക്കുന്ന എന്റെ ഫാമിലി എന്റെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ നീ വീട്ടില് ഫാമിലിയോടെല്ലാം ആലോചിച്ചിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാനാണ് അവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കംപ്ലൈന്റ്, അപ്പൊ ഞാനാണ് പറഞ്ഞത് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളിൽ മാത്രമേ ഇത് ഒടുങ്ങത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പോ ഓരോരുത്തരുടെ നിലനിൽപ്പിന് വേണ്ടി ഓരോരുത്തരെ കുറിച്ച് മോശം പറയും. അത് ഇപ്പൊ ഒരാളോടോ രണ്ടുപേരോടോ പറയുമ്പം ഇത് മറ്റേ ന്യൂസ് പേപ്പർ പോലെ എല്ലാവരും ന്യൂസ് അങ്ങ് ഏറ്റെടുക്കും. വീണയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്ന അല്ലെങ്കിൽ വീണയെ സംബന്ധിച്ചൊരു വ്യക്തി വന്ന് സംസാരിക്കുമ്പോൾ അതിവിടെ 100 പേര് കേൾക്കുന്നുണ്ട്. വീണ അത് കേസുമായിട്ട് മാത്രം പോകുമ്പോൾ അത് അവിടെ ഒതുങ്ങി പോകുന്നു, അതല്ലേ? തീർച്ചയായിട്ടും ഒതുങ്ങിപ്പോകും. മനസ്സിലായി. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത്. ചേച്ചി എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത്. അപ്പൊ ചേച്ചിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. പേഴ്സണലി ഞങ്ങള് ഭയങ്കര ബന്ധമൊന്നുമില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ഓരോ മെസ്സേജൊക്കെ അയക്കും, എന്തെങ്കിലും വിശേഷങ്ങൾ പറയും എന്നല്ലാതെ. ചേച്ചി ഇങ്ങനെ ഒരു ദിവസം എന്റെ ഫോട്ടോ എടുത്തപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, വേണ്ട ചേച്ചി ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളാം എന്നോട്. ചേച്ചി അപ്പൊ തന്നെ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അപ്പൊ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ കാര്യത്തോടു കൂടി അല്ലെങ്കിൽ ഇതിനെ വെച്ചിട്ട് ഒരു ഫെയിം ഉണ്ടാക്കാൻ വന്ന ഒരാളല്ല വീണ എന്ന് പറയുന്ന വ്യക്തി. തീർച്ചയായിട്ടും ഒരിക്കലുമല്ല. ഞാന് സുധിച്ചേട്ടന്റെ പേരിൽ ഒരിക്കലും പ്രശസ്തിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം ഇത്രയും വർഷത്തിൽ ഇപ്പം രേണുവിന്റെ ഈ ഒരു ഇഷ്യൂ വരാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ചായി. ഇതുവരെ വീണ എന്ന് പറയുന്ന പേരെങ്ങും കേട്ടിട്ടില്ല. ഇല്ല. എനിക്ക് അത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഇന്റർവ്യൂ ശരണ്യ ചേച്ചി കൊടുത്തത്. അതും ശരണ്യ ചേച്ചി 4 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് എന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ചേച്ചി ഈ ഒരു വോയിസ് ഇടുന്നത്. ഈ വോയിസ് ചേച്ചി എടുത്തിട്ട് ഏകദേശം ഒരു 3 ആഴ്ചയോളം ചേച്ചിയുടെ കയ്യിൽ വെച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചേച്ചി ഇത് അപ്ലോഡ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് 4 മാസത്തിന് മുന്നേ ഞാൻ ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ചേച്ചി ഒരു 4-4.5 മാസം കഴിഞ്ഞ് എന്നെ തിരിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു മോനെ, പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. അതായത് സുധിയുടെ സഹപ്രവർത്തകരോട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. അപ്പൊ വീണ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജെന്യുവിനാണ്, നമുക്ക് എന്ന് വോയിസ് എടുക്കാമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇത്തിരി തിരക്കിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചേച്ചി വോയിസ് എടുത്തിട്ട് 3 ആഴ്ച ഈ വോയിസ് ചേച്ചിയുടെ കയ്യിൽ വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ്. കാരണം എന്നിട്ടും ഞാൻ ചേച്ചി ചേച്ചി ഇപ്പൊ ഇത് അപ്ലോഡ് ചെയ്യണ്ട, ഇനി ഒരു ഇഷ്യൂസും കൂടി വന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ അത്രയും അടുത്ത് ജെന്യുവിനായിട്ടുള്ള ഒരു ആളോട്, അത് ആൾ കള്ളവും പറയത്തില്ല, ആളോട് പറഞ്ഞു. ആ റെക്കോർഡിങ് ഞാൻ കേട്ടു. അതായത് പുള്ളിക്കാരി നേരിട്ട് ചെന്ന് ചോദിച്ചു, നേരിട്ടാണ് ചോദിച്ചപ്പം ഈ ഫോൺ റെക്കോർഡിംഗ് ആണെന്ന് ഇവൾക്ക് അറിയില്ലായിരുന്നു, ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് എന്റെ ചെവിയിൽ കേട്ടിട്ടാണ് ഞാൻ ചേച്ചി അപ്ലോഡ് ചെയ്തു. ഇതിനകത്ത് എന്ത് ഇഷ്യൂസ് വന്നാലും ഞാൻ ഏൽക്കാൻ തയ്യാറാണ്. വീണയുടെ പേര് പറഞ്ഞു. ഇപ്പം അതിലും ഞാൻ ഫ്രണ്ടാണ്. അപ്പൊ അതിൽ രേണുവിനെ ഒരു സ്ഥലത്ത് വെച്ച് കാണുവാണ്. അപ്പം അതിൽ ചെന്നിട്ട് ചോദിക്കുവാണ്,
ഇങ്ങനെ വീണ എന്നല്ല പറഞ്ഞത്, അച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ അറിയാലോ എന്നൊക്കെ പറയാൻ പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്കറിയാം. പുള്ളിക്കാരൻ പറഞ്ഞു, സുധിക്കാരന്റെ ഇഷ്യൂസ് ഒക്കെ നമുക്കറിയാം, കൊച്ചിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്, നല്ലൊരു കുട്ടിയാണ് അവളെന്ന് പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞു, ആര് പറഞ്ഞു അവളുടെ ഇഷ്യൂസ് എന്തറിയാം നിങ്ങൾക്ക്, സുധിച്ചേട്ടൻ ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് എനിക്കത് പുള്ളി മനഃപൂർവ്വം ചെന്ന് ചോദിച്ചതായിരുന്നു. കാരണം ഞാൻ ഇവരോടൊക്കെ എന്തെങ്കിലും പറയുമെന്നറിയാം, ഈ മനഃപൂർവ്വം ചെന്ന് ചോദിച്ചതാണ് പുള്ളി. അതാണ് പുള്ളി കോൾ റെക്കോർഡിംഗിലാക്കി വെച്ചത്. ഫോണിലല്ലല്ലോ, സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കുമല്ലേ, നേരിട്ട് ചോദിക്കുമല്ലേ. അപ്പൊ ഇവരെന്ത് പറയുമെന്നറിയാൻ വേണ്ടിട്ട് ആള് മനഃപൂർവ്വം ചോദിച്ചതായിരുന്നു. കാരണം ഇവര് 2-3 പേരോട് പറയും, ഇവരോടൊക്കെ ഞാൻ വിഷമങ്ങൾ പറയാറുണ്ട്. ഞാൻ എന്റെ കാര്യം സർക്കിളിൽ തന്നെ അറിയാവുന്ന ആളുകളുടെ അടുക്ക തന്നെ രേണു പല രീതിയിൽ പറയാൻ തുടങ്ങി. അറിയാവുന്നവര് കൂടെ തന്നെയാണ് പുള്ളിക്കാരൻ. പക്ഷെ അതൊരു ബുദ്ധിപരമായ കളിയാണ് രേണു കളിക്കുന്നത്. അതായത് ഇന്റർവ്യൂകളിൽ വരുമ്പോ, ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ ഉൾപ്പെടെ വന്നിട്ട് പേര് പറയുന്നില്ല, വീണ എന്ന് പറയുന്ന പേരോ ഒന്നും പറയുന്നില്ല. രേണുവിന്റെ സഹോദരി മനസ്സിലാവും. കാരണം രേണുവിന്റെ സഹോദരി വന്നിട്ടാണെങ്കിൽ പോലും പറയുന്നുണ്ട്, അവരെ അഫക്ട് ചെയ്യുന്നു, വോയിസ് പുറത്തു വരുന്നു. പക്ഷെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. വീഡിയോട് ആരോ ഒരു ചേച്ചി, ബിന്ദു എന്തൊരു പേരാണ് ചേച്ചിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, സിന്ധു അങ്ങനെ എന്തോ ഒരു പേരാണ് ആ ചേച്ചി അന്ന് പറഞ്ഞത്. അപ്പൊ വീഡിയോയുടെ കയ്യിൽ നിന്ന് എന്റെ നമ്പർ മേടിച്ചു. എന്റെ നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിച്ചു പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് പുള്ളിക്കാരി കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ പുറത്ത് കേൾക്കാൻ പറ്റാത്ത രീതിയിലെ കാര്യങ്ങളാണ് അവർ എന്നോട് പറഞ്ഞത്. പക്ഷെ അപ്പൊ വേണമെങ്കിലും എനിക്ക് ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബേഴ്സിൽ അയച്ചു തരാം. മനസ്സിലായി. അതായത് രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് വളരെ മോശമായിട്ടും വളരെ വൃത്തികേടായിട്ടും, കാരണം അത് ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞത് മോശമായിട്ട് എന്നെ പോലൊരു ലേഡിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ പേരും കൂടി വരും. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. ഈ സാധനങ്ങൾ ഫുള്ളും എന്റെ ഫോണിൽ റെക്കോർഡിംഗ് ആണ്, ഇപ്പോഴും കിടപ്പുണ്ട് ഈ സാധനങ്ങൾ ഫുള്ളും. എനിക്ക് ഇവരോട് ദേഷ്യമോ വാശിയോ വൈരാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ എനിക്കിതെടുത്ത് വേണമെങ്കിൽ ആർക്കാണെങ്കിലും കൊടുക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും ഇടും, ആരാണെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യും. പക്ഷെ ഞാൻ അതെല്ലാം കേട്ടിട്ട് ഞാനൊരു മറുപടി പോലും ആ ചേച്ചിയോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ചേച്ചി എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് അറിയേണ്ട കാര്യമില്ല, എന്നെ ചൊറിയാൻ വന്നു, ഞാൻ തിരിച്ചൊരാളിനെ വെച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെയും ചൊറിയാൻ വന്നാൽ ഞാൻ അതിന് പ്രതികരിക്കും. ഇല്ലേ, രേണു എന്താണെന്നോ രേണു ആരാണെന്നോ രേണുവിന്റെ കൂടെ ജീവിച്ച രേണുവിന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യമാണ്. അറ്റ്ലീസ്റ്റ് എന്റെ ഒരു ഗുരുനാഥനാണ്, എന്റെ സഹപ്രവർത്തകനാണ്, അത്രേ ഉള്ളൂ സുധിച്ചായിട്ട് ഞാനോട്ട് ഒരു ബന്ധം. രേണു ഓൾറെഡി വേറൊരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞൊരു കോൺട്രവേഴ്സി വന്നപ്പോൾ രേണു അതിനെതിരായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ പോലും കൊടുത്തിട്ടില്ല. രേണു മാരീഡ് ആണ്. രേണു ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് എനിക്ക് 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അത് കൂടാതെ രേണുവിന്റെ കുറെ സുഹൃത്തുക്കളെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. രേണുവിന്റെ കുറെ സുഹൃത്തുക്കൾ, രേണുവായിട്ട് ചെറുതിനെ മുതലേ അറിയാവുന്ന കുറെ സുഹൃത്തുക്കള് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനുമായിട്ട് കോണ്ടാക്ട് ഉള്ളവരുണ്ട്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ചേച്ചി എപ്പോ വേണമെങ്കിലും ചേച്ചിക്ക് ഞാലിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് വരാം, ഈ ബിനുവിന്റെ വീട്ടിൽ കൊണ്ടുപോവാം, ചേച്ചിയുടെ ഈ കാര്യങ്ങൾ മൊത്തം ചേച്ചിക്ക് ഞാൻ അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, എന്റെ പൊന്നും പിള്ളേരെ എനിക്ക് അതിനുള്ള സമയമില്ല, എനിക്ക് ഒരാളുടെ സ്റ്റോറി തിരഞ്ഞെടുക്കാനായിട്ടുള്ള സമയമില്ല, ഞാൻ കുറച്ച് തിരക്കാണ്, എനിക്ക് എന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അപ്പൊ ഞാൻ അതിന്റേതായിട്ടുള്ള കാര്യങ്ങളിൽ നടക്കുവാണ്. ഇപ്പൊ തന്നെ 2 ആഴ്ചയായിട്ട് പനി പിടിച്ച് ഞാൻ കിടക്കുവാണ്. അപ്പൊ എനിക്ക് സത്യത്തിൽ സംസാരിക്കാൻ പോലും തൊണ്ട അടച്ചിരിക്കുവാണ്, സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. പിന്നെ അതിൽ വിളിച്ചത് കൊണ്ട് പിന്നെ ഞാൻ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ കണ്ട് ആ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ കുറച്ച് സംഭവങ്ങൾ എനിക്ക് ഫ്രണ്ട്സൊക്കെ അയച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് വരാനോ എനിക്ക് ഇതിനകത്ത് ഇങ്ങനത്തെ ഞാൻ വിളിക്കാനുള്ള ഒരു മെയിൻ ഒരു കാരണം, എനിക്ക് ഇന്നലെ ലിസ്റ്റിലെ ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ സത്യം പറഞ്ഞ ഒരു കാര്യവുമില്ലാതെ അവർ ആ കുടുംബവും കൂടെ ഇപ്പം പുറത്തേക്ക് വന്നിരിക്കുക. അവരായിട്ട് വന്ന് ഒരു അവരുടെ കുടുംബം തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുക. ഇവിടെ ആരും ആ കുടുംബത്തിനെ, എന്റെ അറിവിൽ ഞാൻ ഒരു വീഡിയോയും കണ്ടിട്ടില്ല ആ ഒരു കുടുംബത്തിനെ ആരെങ്കിലും പറയുന്നതോ വലിച്ചിഴക്കുന്നതോ. അവരായിട്ട് തന്നെ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല, സോഷ്യൽ മീഡിയ കാരണം ചില യൂട്യൂബേഴ്സ് ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു. അവരെ ടാർഗറ്റ് ചെയ്ത ഒരു യൂട്യൂബറിനെയും ഞാൻ കണ്ടില്ല. ആ സ്ത്രീയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. രേണുയുടെ ചേച്ചി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെയൊക്കെ സംസാരിക്കുന്നത് കേട്ടു. അതിന്റെ കുറെ തെളിവുകളൊക്കെ നിരഞ്ജന എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്ഫർ വുമനാണ്, ഞാൻ കണ്ടിട്ടില്ല അവരെ. അവര് ഞാനോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിന്റെ ഇഷ്യൂസ് വെച്ചിട്ട്.
ഇങ്ങനെ ഇഷ്യൂസ് വെച്ചിട്ട് ഇവര് എന്നോട്ട് കോണ്ടാക്ട് ചെയ്തു, ഞാനോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര്. അപ്പോഴും രേണു ആരാണെന്നും രേണു എന്താണെന്നും ഒക്കെ അവരെന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ വലിയ കാര്യമാക്കിയില്ല. പിന്നെ ഒരുപാട് പേര് എന്റെ നമ്പർ എടുത്ത് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ചേച്ചി പുറത്തു വരണം. പക്ഷെ ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ പുറത്തു വരാൻ ആഗ്രഹിക്കാത്തത് ആരെ പേടിച്ചിട്ടൊന്നുമല്ല. എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നതെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് പേടിക്കേണ്ട കാര്യം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ വരാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പേരിൽ ഫേമസ് ആവാൻ യാതൊരുപരമായിട്ടും താല്പര്യമില്ല. എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഓരോ ഈ ടൈം ടേബിൾ അനുസരിച്ച് പോകുന്ന ഒരാളാണ്. നമുക്കത് മനസ്സിലാവും. കാരണം ഇത്രയും നാളും എങ്ങും കേട്ടിട്ടില്ല വീണ എന്ന് പറയുന്ന ഒരു പേര്. നമ്മൾ ഇത്രയും നാളും എങ്ങും കേട്ടിട്ടില്ല. ഈ അടുത്താണ് വരുന്നത്. അതും പല രീതിയിൽ രേണുവിന്റെ ഭാഗത്ത് നിന്ന് വേറെ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് പേര് പറയാതെ കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പല സ്ഥലത്തും. അങ്ങനെ മനസ്സിലാവും. റോബിൻ എന്ന് പറയുന്ന ഒരാള് വിവിക്കാണോ ആർക്കൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. വോയിസ് ഇന്റർവ്യൂ തന്നെയാണ് അത് കൊടുത്തത്. അതിനകത്ത് റോബിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. ഒരിക്കൽ പോലും ഇനി ഒരു കാര്യം പറയാം, ഒരിക്കൽ പോലും ഞാൻ അറിയുന്ന കൊല്ലം സുബി എന്ന് പറയുന്ന എന്റെ ഗുരുനാഥന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകൻ അങ്ങനെ വേണമെങ്കിൽ പറയാം, ഇപ്പോൾ അങ്ങനെ പറയുന്നതാണ് എനിക്കിഷ്ടം. അപ്പോ ആ ഒരു വ്യക്തി ഒരിക്കൽ പോലും ക്രിസ്ത്യൻ മതം സ്വീകരിക്കില്ല. പിന്നെ ഒരു ക്രിസ്ത്യാനിയായിട്ട് പുള്ളി ജീവിക്കില്ല. പുള്ളിക്ക് എല്ലാ ദൈവങ്ങളും തന്നെയാണ്. പിന്നെ പുള്ളി ഒരിക്കൽ പോലും, പുള്ളി എപ്പോഴും പറയുന്ന ഒരു കാര്യം, പുള്ളി കൊല്ലത്ത് കൊണ്ടുവന്ന്, അത് എന്നോടും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, കൊല്ലത്ത് കൊണ്ടുവന്ന് എനിക്ക് എന്റെ നാട് കൊല്ലമാണ് മക്കളെ, അപ്പൊ എനിക്ക് കൊല്ലത്ത് തന്നെ എന്നെ അടക്കണം എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്നല്ല, പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ റോബിനൊക്കെ ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്നോട് പേഴ്സണലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഞാനിപ്പോ അതാണ് എടുത്തു പറഞ്ഞത്. എന്റെ എക്സ് ഹസ്ബൻഡ് എന്ന രീതിയിലല്ല, സഹപ്രവർത്തകനാണ്, എന്റെ ഗുരുനാഥനാണ്. പുള്ളി എന്റെ ഗുരുനാഥനാണ്. പുള്ളിയെ പോലെ ഒന്ന് രണ്ട് വ്യക്തികളുണ്ട് എന്നെ മിമിക്രി ഫീൽഡിലേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഞാൻ വന്നപ്പോൾ എന്നെ കൈപിടിച്ച് കയറ്റിയ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകളുണ്ട്. ആ ഒരു കൂട്ടത്തിൽ മാത്രമാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. അല്ലാതെ എക്സ് എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അത് ഇപ്പൊ റോബിൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണം, ഒരിക്കലും സുധിച്ചേട്ടൻ കുലമ്പായിക്കുളത്ത് ക്ഷേത്രത്തിലെ തികഞ്ഞൊരു ഭക്തനാണ്. ഇതിൽ എവിടെ പോയിട്ട് വന്നാലും ആ അമ്പലത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ രേണുവിനറിയാത്ത ഉജ്ജന കൊല്ലത്താണെന്ന് മാത്രമേ രേണുവിനറിയുള്ളൂ. ഇതിന് എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് വളർന്നത്, എവിടെയാണ് പഠിച്ചത്, ഇതിന് എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഇതൊന്നും രേണുവിനറിയില്ല. അല്ലെങ്കിൽ രേണു ഇതെല്ലാം ഒന്ന് പറയണം, ആരുടെ സഹായം കൂടാതെ. രേണു ഇപ്പൊ അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോവിഡ് സമയത്ത് അത് ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ്, നെഗറ്റീവ് പറയുന്ന ആളുകൾ, നിങ്ങൾ എന്റെ മക്കളെ നോക്കുമോ, കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾക്ക് വയ്യാതെ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തൊരു സമയത്ത് ആ പള്ളിയിൽ അച്ഛൻ, ആ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു സുധിച്ചേട്ടന് പൈസ കൊടുത്ത് സഹായിച്ചത്. ഞങ്ങളെ പേഴ്സണലി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സുധിച്ചേട്ടൻ പുള്ളിയുടെ രേണുവിന്റെ കൂടെ ആ പള്ളിയിലേക്ക് പിന്നെ വരാനായിട്ട് കൂട്ടായത്. പേഴ്സണലി എന്നെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നവരുണ്ട്. എന്ന് വെച്ചിട്ട് നമ്മൾ ആരും, എനിക്ക് മുസ്ലിംസ് കൂട്ടുകാരുണ്ട്, ക്രിസ്ത്യൻസ് കൂട്ടുകാരുണ്ട്, അല്ലാതെ ഹിന്ദുക്കൾ കൂട്ടുകാരുണ്ട്. അപ്പൊ അവരൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട്. എന്നും പറഞ്ഞിട്ട് നമുക്കുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ കളയുവാണ്. ഒരാൾ തന്നു സഹായിച്ചു എന്നും പറഞ്ഞിട്ട് നമ്മൾ ആ ഐഡന്റിറ്റി കളയുവാണ്. ഒരിക്കലും ചെയ്യില്ല. രേണു ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണിത്. അല്ല, അതില് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായവും ന്യായീകരണങ്ങളും അല്ല. ഒരിക്കലും അല്ല. മനസ്സിലായോ? ഇതൊന്നും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന കള്ളങ്ങളാണ്. രേണുവിന്റെ ചില ഇന്റർവ്യൂകൾ ശ്രദ്ധിച്ചാൽ മതി. രേണുവിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ആളുകളുടെ മുമ്പിൽ രേണു കൂടുതലും പോയി ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് വേറൊരു കോൺട്രവേഴ്സി ആക്കി മാറ്റി വേറൊരു രീതിയിലേക്ക്, വേറൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകും. നെഗറ്റീവ് ചോദിച്ച് എന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പ്രോപ്പറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരിടത്തും രേണു പോയി ഇരിക്കുന്നില്ല. അതിന് രേണു പ്രോപ്പറായിട്ട് മറുപടി പറയാനോ ആൻസർ ഇല്ല. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അവരെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് വേറൊരു മാർഗവും ഇല്ലാതെയാണ് കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ ലാസ്റ്റ് ആ ഒരു ബിഷപ്പിന്റെ തലയിൽ കൊണ്ടുപോയി തിരുമേനി എന്ന് വിളിക്കുന്നു പുള്ളിയെ. പുള്ളി ഉടായിപ്പായിരുന്നു. എനിക്കറിയാം, മറ്റേ അന്ന് ഇന്റർവ്യൂ എടുത്ത് ചേട്ടനെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. എന്നെ പേഴ്സണലി അറിയാവുന്ന മനുഷ്യനാണ്. അന്ന് ഇന്റർവ്യൂ എടുത്തിരിക്കുന്ന ആള്. അതായത്
രേണുവിന്റെ ഇന്റർവ്യൂ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ആളുടെ ഇന്റർവ്യൂ എടുത്തിരിക്കുന്ന ആളെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ്, എന്നെ പേഴ്സണലി അറിയാവുന്ന ആളാണ്. ഇവിടെ കലോത്സവം നടക്കുമ്പോൾ ഞങ്ങൾ ഏകദേശം 3/4 മണിക്കൂറോളം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ച വിഷയമാണ്. രേണുവിന്റെയും സുധിയുടെ ഈ വിഷയം ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചതാണ്. മനസ്സിലായ? പുള്ളി കലോത്സവത്തിന്റെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോ എനിക്ക് വണ്ടി വെക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ട് നടന്നു പോവാണ്. നടന്നു പോകുമ്പോൾ ഈ പുള്ളിനെ ഞാൻ കണ്ടു. ഈ പുള്ളിയായിട്ട് ഞങ്ങൾ സുധിയുടെ ഇഷ്യൂസ് സംസാരിച്ചു. ഈ പുള്ളിയായിട്ട് ഞാൻ കോണ്ടാക്ട് ഉള്ള ഒരാളാണ്. പിന്നെ എന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന്റെ ഒരു ഇഷ്യൂസ് വന്നപ്പോ ഞാൻ ഈ പുള്ളിയായിട്ട് ചെറിയൊരു സംസാര വിഷയം ഉണ്ടായതാണ്. മനസ്സിലായോ? അപ്പൊ ഒരു സീരിയൽ ആർട്ടിസ്റ്റിന്റെ ഒരു വിഷയം വന്നപ്പോൾ പുള്ളി അത് കുത്തിപ്പൊക്കി. അത് ഞാൻ പിന്നെ ആ വിഷയത്തിൽ കയറി ഇടപെട്ട് അങ്ങനെ ഒരു ചെറിയൊരു സംസാര വിഷയം ഉണ്ടായ മനുഷ്യനാണ് അന്ന് രേണു ഇന്റർവ്യൂ എടുത്തത്. പുള്ളിക്ക് ഈ കാര്യങ്ങൾ മൊത്തം അറിയാം, A to Z വരെ പുള്ളിക്ക് കാര്യങ്ങൾ അറിയാം. എന്നെ അറിയാം, സുധിയെ അറിയാം, ഞങ്ങളുടെ ലൈഫ് സ്റ്റോറി അറിയാം, കാര്യങ്ങൾ അറിയാം, എല്ലാം അറിയാം മനുഷ്യനെ. ഇപ്പൊ ലാസ്റ്റ് രേണു ഇന്റർവ്യൂ എടുത്ത മനുഷ്യൻ. അതിൽ തന്നെ പുള്ളി അധികം കാര്യങ്ങൾ പുള്ളി ജസ്റ്റ് ഇരുന്ന് രേണു പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ നമ്മളെ കേൾപ്പിക്കുന്നത്. ബിനോയ് കുഞ്ഞുമോൻ, അതുപോലെ ബിനോയ് കുഞ്ഞുമോൻ പുള്ളിക്കറിയാം എന്റെ പേഴ്സണൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് നമ്മൾ വിളിക്കുകയൊന്നും വേണ്ട, നമ്മളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ തന്നെ അവർ പറയും. പക്ഷെ നമ്മൾ ഇതിനകത്ത് കിടന്ന് ഞാൻ വലിച്ച് ഇപ്പൊ മരിച്ച് വയത് സ്വസ്ഥമായിട്ട് ഒരിടത്തേക്ക് പോകുന്ന ഒരാളെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് വലിച്ചിടേണ്ട ആവശ്യമില്ല. രേണു എന്ന് പറയുന്ന വ്യക്തി ഒരു പൈസ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും സങ്കടപരമായിട്ടൊരു കാര്യം ഇന്നലത്തെ ഇന്റർവ്യൂ ഞാൻ കണ്ടതിൽ പറയുവാണ്. ഒന്ന്, സുധിയുടെ പേരിലല്ല രേണു ഇപ്പൊ നിലനിൽക്കുന്നേ. സുധി മരിച്ചുപോയല്ലോ. പിന്നെ ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം കാലിലാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോ ഈ രേണു എന്ന് പറയുന്ന വ്യക്തി ഒരു സീറോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? ഈ സുധി എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ കൊണ്ടാണ് ഇപ്പൊ രേണു സുധി എന്ന് പറയുന്നത്. ആ രേണു സുധിയിൽ തന്നെ ഉണ്ട്. സുധി ഇന്നും അങ്ങനെ തന്നെയാണല്ലോ നിൽക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോ പുള്ളിക്കാർക്ക് ഒരു ഇന്റർവ്യൂല് ഇപ്പൊ ലാസ്റ്റ് സഡൻലി വന്നൊരു ഇന്റർവ്യൂല് പുള്ളിക്കാർക്ക് പറയുന്ന ഒരു വേർഡ്, ഞാൻ പുള്ളിക്കാർക്ക് ഇന്റർവ്യൂ കാണാറില്ല, കാരണം കാണുമ്പോ എനിക്ക് ജോക്കായിട്ടാ തോന്നുന്നത്, ഈ കാർട്ടൂൺ ഒക്കെ കണ്ടപോലെയാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളിക്കാർക്ക് ഇന്റർവ്യൂ കാണാറില്ല. അപ്പൊ എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എനിക്ക് കാർട്ടൂൺ കാണുന്ന ഒരു ഫീലിങ്സ് ആണ് പുള്ളിക്കാരുടെ ഇന്റർവ്യൂ കാണുമ്പോ. അപ്പൊ പുള്ളിക്കാർക്ക് അതില് പറയുന്നുണ്ട് എന്ന് വെച്ചാല് ഞാൻ സ്വന്തമായിട്ടാണല്ലോ സുധി എനിക്കെങ്ങനെ ചെലവിന് തരുന്നത്, ഞാൻ സ്വന്തമായിട്ടാണല്ലോ. പക്ഷെ അതിലും സുധിയുടെ പേരുണ്ട്, രേണു സുധി. ആ വായിൽ തന്നെ കിടക്കും. ആ വായിൽ തന്നെ പുള്ളിക്കാർക്ക് പറയുന്ന വേറൊരു ഡയലോഗ്, എന്നെ ആൾക്കാർ വന്ന് കെട്ടിപ്പിടിക്കും, പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കും, പുള്ളിക്കാരന്റെ വൈഫ് എന്ന രീതി. അപ്പൊ ആ വൈഫ് എന്ന രീതിയിലാണ് പുള്ളിക്കാർക്ക് ഇത്ര നിൽക്കുന്നത്. അതെ, അത് അറ്റ് ലാസ്റ്റ് രേണു സുധിയുടെ ഒരു എൻഡ് വരെ രേണു സുധി അങ്ങനെ തന്നെയായിരിക്കും നിൽക്കുന്നത്. മനസ്സിലായോ? രേണു സുധിയുടെ പേരില്ലാതെ രേണു സുധിയുടെ നിലനിൽപ്പ് ഉണ്ടാക്കട്ടെ. അത് ഒരിക്കലും ഉണ്ടാക്കില്ല. അന്ന് അക്സെപ്റ്റ് ചെയ്യും മലയാളികൾ. അന്ന് അക്സെപ്റ്റ് ചെയ്യും രേണു സുധി മഞ്ജു വാര്യരാണോ തമന്നയാണോ. മനസ്സിലായോ? അല്ലാതെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പേരെടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂ പോലും ഇല്ല സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കൊണ്ട് എന്തെങ്കിലും പറയാതെ പോകുന്ന ഒരു ഇന്റർവ്യൂ പോലും ഇല്ല. ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിം നോക്കിയാലും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതൊരു ആൽബമാണോ സംതിങ് എന്തോ ഒരു സാധനം കണ്ടപ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ആ ഷോർട്ട് ഫിലിം തുടങ്ങി വരുമ്പോഴത്തേക്ക് റൈറ്റിംഗ്സിൽ എഴുതിയിരിക്കുകയാണ്, ഫസ്റ്റ് തുടങ്ങുന്നത് സമർപ്പണം രേണു സുധിച്ചേട്ടനെ എന്ന് പറഞ്ഞു. ഞാനിപ്പോ ആലോചിച്ചു, ആ പുള്ളിയെ വെച്ച് ഇന്നും രേണു മാത്രമല്ല, രേണുവിനെ വെച്ചൊരു ഷോർട്ട് ഫിലിമോ ഒരു ആൽബം എടുക്കുന്നവരോ പോലും അത് യൂസ് ചെയ്യുന്നുണ്ട്. രേണു ഇന്ന് മുന്നോട്ട് പോകുന്നത് ഫുൾ ആ ഒരു പുള്ളിയുടെ വെച്ച് അതില് എന്റെ ഒരു ഫോട്ടോ എന്റെ ഫേസ് ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനോ? ഒരു ഹാഷ് കളർ ഡ്രസ് ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫേസ് ബ്ലർ ആയിരുന്നു. പിന്നെ ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഇല്ല. നമ്മള് വീണ സ്വന്തമായി സോഷ്യൽ മീഡിയയിൽ വന്ന് ഫേസ് കാണിക്കുന്ന ദിവസം നമുക്ക് വീണയുടെ ഫേസ് കാണിക്കാം, അതല്ലാതെ ഒരിക്കലും നമുക്കത് കാണിക്കാൻ പറ്റില്ല. അതിലെ ഇനി ഞാനൊരു കാര്യം പറയാം, ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും
കുറെ വ്യക്തികൾ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിന് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര ബാഡായിട്ട് കമന്റുകളൊക്കെ ഇട്ടു. കുറെ ആൾക്കാർ എന്നൊക്കെ അറിയാവുന്നവര് പോസിറ്റീവ് ഇട്ട്, അറിഞ്ഞുകൂടാത്തവര് കുറെ പോസിറ്റീവ് ഇട്ടു. ഇല്ലാന്നല്ല, ഞാൻ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, സത്യമല്ലാതെ ആരും ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. ഈ ബാഡ് കമന്റ് ഇട്ട ആൾക്കാരെ അവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഫ്രണ്ടാണ്, എന്റെ ഫ്രണ്ട്സാണ്. അവര് ഒരു ദിവസം എപ്പോഴെങ്കിലും ഒക്കെ എനിക്ക് ചാറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്കറിയില്ല ഞാനാണ് ആളെന്നുള്ളത്. മനസ്സിലായോ? ഇങ്ങനെ ഷൂട്ടൊക്കെ ഉണ്ടോ, എവിടെയാണോ, നാട്ടിലാണോ, ചെന്നൈയിലാണോ എന്ന് ചോദിച്ചിട്ട് ആ ഇന്റർവ്യൂ ആളുകൾ എത്തിക്കാൻ അറിയാൻ പറ്റും. എന്ന് ചോദിച്ചിട്ട് ഈ എന്റെ വോയിസിന്റെ താഴെ ഇട്ടിരിക്കുന്ന ഒരു മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാരാണ്, ഇത് ഫേക്കാണ്, രേണുവിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവമാണ്, ഇവള് മുഖം കാണിക്കത്തില്ല. അതിന് തൊട്ടുമുന്നേ എനിക്ക് മെസ്സേജ് ചെയ്ത് പോയ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. ഇത് എപ്പോഴെങ്കിലും കേൾക്കുമ്പോ മനസ്സിലാവും എനിക്ക്. അതുപോലെ തന്നെ പല ആൾക്കാരും എനിക്ക് ബാഡ് കമന്റ് ഇടുന്നവർ പല വ്യക്തികളും എന്റെ സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്സാണ്. എനിക്ക് വേണമെങ്കിൽ അവരെ ആ കമന്റ് എടുത്ത് വെച്ചിട്ട് എനിക്ക് അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം. ഇല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു അന്ത്യം വരും. ലൈക്ക് വീണ എന്ന് പറയുന്ന ആള് മുഖം കാണിച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോ, പക്ഷെ അപ്പൊ ഒരു സൈഡിൽ നിന്ന് വേറെ കുറെ ആളുകൾ വരും, ഇവളും ഫെയിം ആവാൻ വേണ്ടി വരുന്നതാണ് എന്ന് പറഞ്ഞ ഒരു സൈഡിൽ എന്തായാലും വരും. അതൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് മനസ്സിലായി. അതൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒതുങ്ങിക്കൂടി എന്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ടൈം ടേബിൾ വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. വീണ ഇപ്പൊ ഈ മുന്നോട്ട് വന്നതിൽ വീണയ്ക്ക് വലിയ ആവശ്യങ്ങളോ ഒന്നുമില്ല. വീണ ആകെ പറയുന്നത് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണെന്ന് വെച്ചാൽ പോട്ടെ, പക്ഷെ അതിലേക്ക് മുമ്പിലത്തെ കാര്യങ്ങൾ, വീണ എന്ന് പറഞ്ഞ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു വ്യക്തിയെ വലിച്ചിഴക്കരുത്, ആ കുടുംബം ഉൾപ്പെടെ. അതെ, ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതൊക്കെ എന്നോട് പല ആൾക്കാരും ഇവളെ കുറിച്ച് ചോദിക്കും. ഇവളുടെ പല വീഡിയോസും എനിക്ക് ലിങ്ക് അയച്ചു തരും, ഇവളുടെ പല കോപ്രായങ്ങളും എനിക്ക് അയച്ചു തരുന്നതൊക്കെ ഞാൻ അവർക്ക് വോയിസ് തരുമെന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് ഇട്ട് തരരുത് കേട്ടോ, എനിക്ക് അതിനോട് താല്പര്യമില്ല, കാണാനും താല്പര്യമില്ല. ആ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കും. എന്റെ ഫാമിലിക്ക് നല്ലത് വരണേ, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലത് വരണേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കും. ഇതൊന്നും കാണാനുള്ള താല്പര്യം എനിക്കില്ല എന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ഒറ്റ വാക്കിൽ തീരാവുന്ന ഇഷ്യൂസാണ് ഇപ്പൊ ഇത്രയാക്കി കൊണ്ടുവച്ചത്. പിന്നെ എനിക്കിനി ഇവള് മനഃപൂർവ്വം എന്തെങ്കിലും ഇടയിൽ വലിച്ചിട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ വരുമ്പോൾ ഇവൾക്കെതിരെ ഒരാൾ സംസാരിക്കുന്നവർക്ക് അത്രയും കൂടെ റേറ്റിംഗ് കയറുവാണ്. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് ആ ബുദ്ധി ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് ചെയ്താണോ അറിയത്തില്ല. മനസ്സിലായി. ഇതിന്റെ പുറകിൽ ചിലപ്പോ ഒരു വലിയൊരു PR ടീം തന്നെ ചിലപ്പോ ഉണ്ടായേക്കാം, നമുക്കറിയില്ല. എന്റെ ക്യാരക്ടർ അറിയാവുന്നവർക്ക് അറിയാം, ഞാൻ ഭയങ്കര സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്, പക്ഷെ സംസാരിക്കേണ്ട കാര്യങ്ങളിൽ സംസാരിക്കുന്ന ഒരാളുമാണ്. അപ്പോഴും ഇതാരെങ്കിലും ഇനി അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, നീ വീണനെ ഇനി ചൊറിയാൻ ചെല്ലി. അപ്പൊ അവൾ ചിലപ്പോ 1-2 പ്രാവശ്യമൊക്കെ മിണ്ടാതിരിക്കും, പിന്നെ അവളും തിരിച്ചറങ്ങും. നിനക്ക് അതിലൂടെ ഫെയിം ആവാം, നിനക്ക് ബിഗ് ബോസിൽ കയറാം, ചിലപ്പോൾ കുറെ ആരാധകര് വരും എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെയായിരിക്കാം, നമുക്കറിയാൻ പറ്റില്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ബിഗ് ബോസ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും എനിക്ക് ഓക്കെയാണ്, കംഫർട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, അല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. എനിക്കങ്ങനെ സൂചിച്ചാന്റെ പേരിൽ ഫേമസ് ആകാൻ താല്പര്യവുമില്ല. എനിക്ക് എന്റെ കഴിവ് കൊണ്ട് മാത്രം എനിക്ക് ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് ജീവിക്കണമെന്നുമില്ല. എനിക്ക് എന്റെ കഴിവ് കൊണ്ട് എന്നെ വിളിക്കുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, ഞാൻ പോയി എന്റെ വർക്കുകൾ ചെയ്യും, എനിക്ക് ശമ്പളം തരും, ഞാൻ ഒഴുക്കി പോയി. അല്ലാതെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട കാര്യങ്ങളോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളോ അല്ല. പിന്നെ ഇന്നലത്തെ മെനഞ്ഞാമത്തെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. മെനഞ്ഞാമത്തെ ഇന്റർവ്യൂവിൽ വന്ന് ഇവരുടെ ചേച്ചി അവിടെ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എനിക്ക് പറയാനുള്ളത്, ഈ ചേച്ചി തന്നെയാണ് ഇവരുടെ ഏതോ ഒരു ചേച്ചിയെ കുറിച്ച് ഈ ചേച്ചി തന്നെയാണ് മോശമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞത്. ഈ എന്നെ വിളിച്ച ചേച്ചിയുടെ അതിന് റെക്കോർഡിംഗ് ഉണ്ട്. ആ ചേച്ചിയാണ് ആദ്യമായിട്ട് വിളിച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ വാങ്ങി കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് ഈ ചേച്ചിയാണ് അവരെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഈ ചേച്ചിക്കാണ് കുടി മരിച്ചത്. അതും എന്നോട് ആ ചേച്ചി പറഞ്ഞു. അവര് ആ വീട്ടിലുണ്ടായിരുന്ന കഥകളും കാര്യങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഞാൻ ഇത് കേട്ടെന്നും പറഞ്ഞിട്ട് ഞാൻ ഇതൊന്നും ഒരു യൂട്യൂബേഴ്സിനും കൊടുത്തിട്ടില്ല. മനസ്സിലായോ? ഇതൊന്നും എനിക്ക് കൊടുക്കേണ്ട കാര്യമില്ല, ഒരു യൂട്യൂബേഴ്സിനും ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ അവിടുന്ന് തന്നെ കുറെ ആൾക്കാർ എന്റെ ഫ്രണ്ട്സ്, അവർ ഏരിയയിലുള്ളവര് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ എനിക്ക്
ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എനിക്ക് ഓഡിയോ മെസ്സേജ് അയച്ചു തരുന്നുണ്ട്. ഇതൊന്നും ഞാൻ കൊടുക്കാൻ പോയിട്ടില്ല, എനിക്കെന്റെ ആവശ്യമില്ല. പിന്നെ ഇന്നലെ അവരിങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്, എന്നെ അറിഞ്ഞൂടാ എന്നും പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കളത്തര രേണുവിന്റെ. രേണുവിന് എന്നെ അറിയാം, ഞാൻ രേണുവിനോട് സംസാരിച്ചിട്ടുണ്ട്. രേണു ഞാനുമായിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് സംസാരിച്ചവരാണ്. ഈ കഥകൾ മൊത്തം അറിയാവുന്നവരാണ്. അല്ല, രേണുവിനെ അറിയാത്തൊന്നുമല്ല. രേണു ഞാൻ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ തമ്മിൽ. ഇതിലായിട്ടും കണ്ടിട്ടില്ല. ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ട അടിച്ച് ചെമ്പുറ്റി ഞാൻ പൊട്ടിക്കോളെ. ഇത് കറക്റ്റായിട്ട് ഇട്ടേക്കണോ, ഇത് കട്ട് ചെയ്ത് നീ കളയണം. നേരിട്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചവളെ ചെറുക്കല്ലി ഞാൻ പൊട്ടിക്കും. അതിനി ഏത് സഭയിലാണെങ്കിലും, ഇനി എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അവളെ പല്ലടിച്ച് ഞാൻ വായിക്കും. എന്നെ കുറിച്ച് തോന്നിവാസം പറയാനും എന്നെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വന്നു സംസാരിക്കാനും, ഇനി അതിന്റെ പേരിൽ എത്ര കോടതി കയറി ഇറങ്ങേണ്ടി വന്നാലും, ഏത് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും ഞാൻ കിടക്കും. എന്താണെന്നറിയോ, അന്തസ്സുള്ള കാര്യത്തിനാണ് ഞാൻ അവളെ തല്ലിയത്. അല്ലാതെ ആവശ്യമില്ലാതെ ഒരാൾ പോലും തല്ലത്തില്ല, ഒരാള്. പിന്നെ ഇത് കേട്ടിട്ട് അവളുടെ കുറെ ദേശേച്ചി പറയുന്ന കണക്ക് കുറെ ആൾക്കാരുണ്ട്, കുറെ പാവാട വള്ളികൾ എന്നാണ് ദേശേച്ചി പറയുന്നത്. ദേശേച്ചിയുടെ ഡയലോഗാണ് അത്, ഞാൻ ഇങ്ങോട്ട് കടമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് എന്റെ അടുത്ത് ചൊറിയാൻ വരരുത്. കാരണം ഞാൻ പറഞ്ഞതിനകത്ത് ഒരു കളങ്ങളും ഇല്ല. ഇല്ലെങ്കിൽ അവള് തെളിയിക്കട്ടെ, സുധി എന്നെ കെട്ടിയിട്ടില്ല, എന്നെ കൊണ്ടു നടന്നതാണ് എന്ന് തെളിയിക്കട്ടെ. അവള് തെളിയിക്കട്ടെ. അവള് പെണ്ണാണെങ്കിൽ അവളിപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ ഞാൻ രേണു സുധിയാകുന്നു. അവള് തെളിയിക്കട്ടെ. സുധിയും ഞാനുമായിട്ട് ലിവിംഗ് ടുഗദർ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ കല്യാണം പോലും കഴിച്ചിട്ടില്ല, ഞങ്ങൾ 4 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടില്ല എന്നവൾ തെളിയിക്കട്ടെ. എവിടെ വേണമെങ്കിലും വന്ന് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. എവിടെ വേണമെങ്കിലും വന്ന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. രേണുവിന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയും. രേണുവിന്റെ ആ ഒരു ഡയലോഗ് ഞാനിവിടെ പറയാനേരം അല്ലെങ്കിൽ ചോദിക്കാനതിന്റെ മെയിൻ കാര്യം ഇതാണ്. ഞാനത് തുടക്കത്തിൽ ചോദിച്ചത്, വീണയും സുധിയും കല്യാണം കഴിച്ചതിന്റെ എല്ലാ തെളിവുകളും ഓഫ് കോഴ്സ് യു ഹാവ് ദാറ്റ്, വീണയിലുണ്ട്. പിന്നെ നമ്മളത് ചോദിക്കേണ്ട, പിന്നെ രേണു പറഞ്ഞ ചോദ്യമേ നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ രേണുവിനെ വെല്ലുവിളിച്ച് പറയുവാണ്, ഞാനും സുധിയുമായിട്ട് ആർട്ടിസ്റ്റ് ബേസിലുള്ള ഒരു ബന്ധമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു എന്നുള്ളത് രേണു തെളിയിക്കട്ടെ. രേണു സുധി എന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ല, ഞാൻ സുധി വീട്ടിൽ താമസിച്ചിട്ടില്ല, സുധി എന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് രേണു തെളിയിച്ചാൽ രേണുവിന്റെ കാല് പിടിച്ച് ഈ എത്ര ചാനലുകാരുണ്ടോ അത്രയും, ഏത് നിങ്ങളെ പോലുള്ള എത്ര ചാനലുകാരുണ്ടോ ഏത് ആൾക്കൂട്ടത്തിലും വേണമെങ്കിലും വന്ന് ഞാൻ രേണുവിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ്. എനിക്ക് ഇതിനപ്പുറം ഒന്നും പറയാനില്ല. എവിടെ വേണമെങ്കിലും വന്ന് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ സുധിച്ചേട്ടന്റെ ഇമേജിനെ ബാധിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചു, രേണുവിന്റെ ഇമേജിനെ ബാധിക്കുന്ന പോലെ സംസാരിച്ചു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നും ഞാൻ പറയും. കാരണം എനിക്ക് ഒറ്റ തന്തയുള്ളൂ, മനസ്സിലായോ? എനിക്ക് ഒറ്റ തന്തയുള്ളൂ. എന്റെ അമ്മ കാണിച്ചു തന്ന, അല്ലെങ്കിൽ ഞാൻ അച്ഛാന്ന് വിളിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, ഇനി അവൾ ഇറങ്ങട്ടെ, ഇനി അവൾ ഇറങ്ങി പറയട്ടെ. ഇന്നലെ അവളുടെ ചേച്ചി പറയുന്നുണ്ട്, ഏതോ ഒരു സ്ത്രീ, അവളെ ചേച്ചി ഞാൻ കുറ്റം പറയത്തില്ല, കാരണം അവളെ ചേച്ചിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അവർക്ക് ഏതോ ഒരു സ്ത്രീയാണ്, ഓക്കെ, അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഏതോ ഒരു സ്ത്രീ വന്ന് വോയിസ് കൊടുക്കുന്നു, അവരെ കരിവാരി കേൾക്കുന്നു. ഈ 6-7 വർഷമായി ഞാൻ സുധിയായിട്ട് ഡിവോഴ്സ് ആയിട്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് മരിച്ചിട്ട് പുള്ളി 2 വർഷമായി. ഈ ഏതോ ഒരു സ്ത്രീ അപ്പോഴൊന്നും വന്നില്ലല്ലോ വോയിസ് കൊടുക്കാൻ. അവളുടെ ചേച്ചി, അതായത് അവളുടെ അനിയത്തി ഈ ആവശ്യമില്ലാത്ത എന്നെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോ വരേണ്ടി വന്നത്. ചേച്ചിയല്ലേ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത്? ചേച്ചിയല്ലേ? അവളുടെ ചേച്ചിയാണ്. അവര് പറഞ്ഞു ശരിയാണ്, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, കാരണം ഏതോ ഒരു സ്ത്രീ തന്നെയാണ് ഞാൻ. അവര് ഞാനുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, അവർക്ക് എന്നെ അറിയത്തുമില്ല, സത്യം തന്നെയാണ്. പക്ഷെ ഏതോ ആ ഒരു സ്ത്രീ വന്നിട്ട് ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല, വീണ എന്ന് പറയുന്ന വ്യക്തി ആ കുടുംബത്തിനെ വലിച്ചഴിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. പിന്നെ അവര് പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല, എന്താ അവർ അങ്ങനെ പറയുന്നത്? ഞാനൊരു കാര്യം പറയാം, ഞാൻ ഭയങ്കര ഭൂലോക സുന്ദരിയാണെന്നോ ഇല്ലെങ്കിൽ നയൻതാരയാണെന്നോ ഞാൻ വാദിക്കാൻ നടക്കുന്നില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ ആൾക്കാര് മൊത്തവും എങ്ങനെ പറയുന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിരൂപി ആയതുകൊണ്ടാണോ പുറത്തു വരാത്തത്, എന്താണ് ഇവളുടെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്, ട്രാൻസ്ജെൻഡർ ആണോ, അല്ലെങ്കിൽ ഇതാരോ ആണുങ്ങൾ സൗണ്ട് മാറ്റി സംസാരിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ കുറെ കമന്റുകൾ വരുന്നുണ്ട്.
അല്ല, ഒരു പരിധിയിൽ കൂടുതൽ ഇത് വീണയുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു സമയത്ത് മാത്രം വീണയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ വീണയ്ക്ക് നേരിട്ട് വന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും അപ്പൊ മാത്രം മതി. തീർച്ചയായിട്ടും സംസാരിക്കണം. ഒരു പരിധിയിൽ കൂടുതൽ കമന്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടെ. സിനിമാ നടി നവ്യ നായരുടെ സൗണ്ട് എന്നെപ്പോഴൊരു സൗണ്ടാണ്. അവര് ട്രാൻസ്ജെൻഡറും അല്ലെങ്കിൽ അവര് ഈ പറയുന്ന കൊണ്ട് പിന്നെ ആണ് സൗണ്ട് മാറ്റി പറഞ്ഞിട്ടാണോ? അത് നമ്മള് എന്തായാലും സംഭവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് കേരളമാണ്, ഇവിടെ രണ്ട് സൈഡിലെ ആൾക്കാർ നിന്ന് എപ്പോഴും സംസാരിക്കും. ഇനിയിപ്പോ എന്തൊക്കെ ശരി നമ്മുടെ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞാലും ഓഫ്കോഴ്സ് ആൾക്കാർ കാണും ഒരു സൈഡില്. ഞാൻ എവിടെ ട്രാവലിംഗ് ചെയ്താലും ഞാൻ എവിടെ പോയിരുന്നാലും എന്റെ ചുറ്റിനിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. ഈ ഒരു വീഡിയോസ് ആണ് ആൾക്കാർ ജനങ്ങൾ മൊത്തം കാണുന്നത്. അപ്പൊ അവരവിടെ നിന്ന് ഇവിടെ കളക്ഷൻ നമ്മയ്ക്കൊക്കെ വിളിക്കുന്നത് പയ്യന്മാരാണെങ്കിലും. കാരണം ട്രെയിനിൽ പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിന് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേര്. ഞാൻ എവിടെ ഇന്നലെ ഞാൻ മകനുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി, അവിടെയും കണ്ടോന്ന് പയ്യന്മാര് ഇത് തന്നെയാണ് പറയുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോ ഇത് തന്നെയാണ് അവിടുത്തെ ചർച്ച. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തെയും ചർച്ചകൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ അവള് സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെച്ചിട്ട് അല്ലെങ്കിൽ അവളുടെ ഭർത്താവിനെ വെച്ചിട്ട് അവൾക്ക് പറ്റുന്ന രീതിയിൽ അവൾ ഫേമസ് ആയിക്കോട്ടെ, അതൊക്കെ അവളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിനകത്ത് ഞാനൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, ഞാൻ ഇടപെടാൻ പോകാറുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും അതിനോട് പറയുവാണ്, അവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വന്ന് പറയട്ടെ, എന്നെ അറിഞ്ഞൂടാ, ഇങ്ങനെ ഒരാളില്ല. എന്താണ് രേണുവിന്റെ ഭാഗത്തുനിന്ന് രേണുവിന് പറയാനുള്ളത്? ചിലപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പോയിന്റ് വൈസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രേണുവിന് പ്രോപ്പർ ആയിട്ടുള്ള ആൻസറുകൾ കാണില്ല. എന്നോട് ആദ്യം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാം, ആൻസർ ഞാൻ തരും, റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. എനിക്കതിന് ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ ഒരു ചാനലിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ മുമ്പിലോ ഇല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ മുമ്പിലോ പോയി കള്ളം പറയുന്നില്ല. എനിക്ക് അതിൽ ചോദിക്കുന്ന ഞാനൊരു പ്രിപ്പറേഷൻ ചെയ്തിട്ടല്ല അതിന്റെ സഡൻലി എനിക്കൊരു കോൾ വന്നതാണ്. ഞാൻ ഇന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഒന്നും പറയാതെ എനിക്ക് എന്തൊക്കെയാണോ ചോദിക്കാൻ തോന്നിയത് ഞാൻ അതാണ് ചോദിച്ചത്. അതെ, അതിൽ എന്നോട് ഫസ്റ്റ് ചോദിച്ചെന്ന് പറഞ്ഞാൽ, വീണ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്, പിന്നെ എനിക്ക് അതിനുള്ള ആൻസർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിൽ പറയുന്നത് അതിന് ചോദിക്കും, എനിക്കറിയാവുന്ന ആൻസർ ആണെങ്കിൽ ഞാൻ പറയും. എനിക്ക് അവിടെ അതിന്റെ ചെറുക്കൽ എഴുതി പൊട്ടിക്കും, ഇല്ലെങ്കിൽ അതിന്റെ അവിടെ വന്നിട്ട് ഞാൻ വലിച്ചു പാടത്തിടും, ഇതൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് സ്ട്രൈറ്റ് ആയിട്ട് അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ എനിക്ക് ഉത്തരവുണ്ട്. മനസ്സിലായോ? പിന്നെ ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന റിപ്പീറ്റ് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ ആരുമല്ല, എനിക്കറിയില്ല, ഞാൻ ഫേക്കാണ് എന്ന് അവർ തെളിയിക്കട്ടെ. തെളിയിച്ചാൽ ഏത് കേസ് അതാണല്ലോ. വീണയ്ക്കാണെങ്കിലും അത് ആർക്കാണെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ട്രിഗർ ആവും. ആ കാര്യം രേണു തെളിയിക്കട്ടെ, അത് നമുക്ക് നോക്കാം. അല്ല, രേണു ഇന്നലെ കൂടി രേണുവിന്റെ ചേച്ചി പറഞ്ഞു, ഏതോ സ്ത്രീ ഞങ്ങളെ നാണം കെടുത്താൻ കുറെ യൂട്യൂബേഴ്സിനെ സംസാരിക്കുന്നു എന്നൊക്കെ ഇന്നലെ രേണുവിന്റെ ചേച്ചി പറഞ്ഞത് കൊണ്ടാണ് എനിക്കിപ്പം അതിന് കോള് വിളിച്ചപ്പോൾ പോലും എനിക്ക് സംസാരിക്കേണ്ടി വന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ വിഷയം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. അല്ല, ഞാനും ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാനും പണ്ടടിച്ചു. അതാണ് ഞാൻ നേരിട്ട് വീണയോട് തന്നെ ചോദിക്കാന്ന് വിചാരിച്ചത്. കാരണം ഇങ്ങനെ ഒരു കേസ് എനിക്ക് പറഞ്ഞ് ഞാൻ കേട്ടില്ല. കുടുംബത്തിലെ ഒരിക്കലും ആരും അഴിച്ചയച്ച് ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഞാൻ കുടുംബത്തിനെയും അഴിച്ചയച്ചിട്ടില്ല, ഞാൻ പേഴ്സണലി ആരെയും ഇറിറ്റേറ്റും ചെയ്തിട്ടില്ല. എന്നെ ഇറിറ്റേറ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ചുറ്റും നിൽക്കുന്ന ഒരു മനുഷ്യർ പോലും പറഞ്ഞിട്ടില്ല, വീണ നീ സോഷ്യൽ മീഡിയയിൽ നിനക്ക് നീ ഒരു ലൈവ് ഇട്, അതുപോലെ അല്ലെങ്കിൽ നിന്റെ FB-യിൽ ഒരു ലൈവ് ഇട്, അല്ലെങ്കിൽ നീ ഏതെങ്കിലും യൂട്യൂബേഴ്സിനെ വിളിച്ച് നീ സംസാരിച്ച്, ഇതൊന്നും എന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലും പറഞ്ഞിട്ടില്ല. അവരൊക്കെ അപ്പോഴും പറയുന്നത് ഒരു കംപ്ലൈന്റ് കൊടുക്കും, കൊണ്ടുപോയി ഒരു കംപ്ലൈന്റ് കൊടുക്കും, നിനക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, നിന്നെ മാനസികമായിട്ട് അത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നീ കംപ്ലൈന്റ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴും ഒരു കംപ്ലൈന്റിൽ അവർ ഇത്രയും പറയുമ്പം എനിക്കൊന്ന് ജയിക്കണ്ടേ എപ്പോഴെങ്കിലും.